ഇപ്പൊ ഇന്ന് ഇത്രയും ആൾക്കാർ ഐഫോൺ ഇസ് ആക്ച്വലി വെരി കോസ്റ്റ്ലി. അപ്പൊ അത് വെച്ച് നമുക്ക് ആക്ച്വലി പർച്ചേസിംഗ് പവർ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഐഫോൺ വെച്ച് പർച്ചേസിംഗ് പവർ ഡിഫൈൻ ചെയ്യാമെന്ന് എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞുകൂടാ. പക്ഷെ മേ ബി അതൊരു സിഗ്നൽ ആയിട്ട് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവാം. കറക്റ്റ്. അപ്പൊ അത് സിഗ്നല് മീൻസ് അത് നിങ്ങളെ പോലത്തെ കമ്പനീസ് വേറെ ഉണ്ടോ? ഞങ്ങളെ പോലത്തെ കമ്പനീസ് അല്ല, ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാരുണ്ട് POSന്റെ ഡേറ്റ, അതായത് നമ്മള് മറ്റേ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻസ് ഇല്ലേ, അതെ, കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ്റെ അകത്ത് ഓരോരുത്തർ എന്തൊക്കെ പർച്ചേസ് ചെയ്തു, അവരുടെ പേര് കൊടുക്കൂല, എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള സാധനം കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ അവർ എത്ര പൈസ സ്പെൻഡ് ചെയ്തു, ഏത് സമയത്താണ് സ്പെൻഡ് ചെയ്ത്, ഇങ്ങനത്തെ കുറെ ഡേറ്റ കൊടുക്കുന്ന ഇതുണ്ട്. POSന്റെ ഡേറ്റ കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ പല പല ഡേറ്റ, അങ്ങനത്തെ കുറച്ച് കമ്പനീസ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇ-കൊമേഴ്സ് ബ്രാൻഡാണ്. എനിക്ക് ഏകദേശം അതിന്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എവിടെയല്ലെന്ന് എനിക്ക് ഓൾറെഡി അറിയാം, ആരൊക്കെയാണ് എൻ്റെ കസ്റ്റമേഴ്സ്, ഏത് ടൈപ്പാണ് എന്നുള്ളത്. പക്ഷെ എന്നാലും ഞാൻ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ഐ സ്റ്റിൽ ഹാവ് നീഡ് മോർ ഡാറ്റ പോയിന്റ്സ്. അപ്പൊ അങ്ങനെ ഞാൻ തുടങ്ങുമ്പോൾ വിച്ച് ആർ ദ കമ്പനീസ് ദാറ്റ് ഐ കൻ അപ്രോച്ച്? ഒന്ന് ഡേറ്റ റെയ്ഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു മാർക്കറ്റ് പ്ലേസ് ഫോർ ഡേറ്റ കമ്പനീസ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്യുക. ഡാറ്റ റെയ്ഡ് RAID. യെസ്, ഓക്കെ. അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ലിസ്റ്റ് ചെയ്താൽ മതി, ആൾക്കാർ വന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ. കമ്പനീസ്. അപ്പൊ കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇതിനകത്ത് അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഇതൊരു ഹൈ ടിക്കറ്റ്സ് സംഭവങ്ങളായിരിക്കും. അപ്പോൾ ഒരു $10,000 മുകളിലൊക്കെ ആയിരിക്കും ഇതിന്റെ പർച്ചേസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായി. അപ്പൊ എല്ലാ ബ്രാൻഡ്സിനും അത് എഫോർഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ എന്നാലും അതൊരു വലിയ സംഭവമല്ല. കാരണം ബിഫോർ യു സ്പെൻഡ് മണി, ഇതുവരെ സ്പെൻഡ് ചെയ്യാൻ റൈറ്റ് ലൊക്കേഷൻ കിട്ടും. ഒരു റോങ് ലൊക്കേഷൻ വഴി തുറന്നു കഴിഞ്ഞാൽ എത്ര കാശ് പോകും? പക്ഷെ അത് പലരും അങ്ങനെ ആലോചിച്ച് ചെയ്യൂല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ, വർക്ക് ചെയ്യാനേ വർക്ക് ചെയ്യില്ല. അതിന് മുമ്പ് അവർ വിചാരിക്കുന്നത് ലോട്ടറി എടുക്കുന്ന പരിപാടി എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ് ഹാസ് മോർ ചാൻസസ് ദാൻ ലോട്ടറി. കറക്റ്റ്. അതായത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് ലൊക്കേഷൻ ഇപ്പൊ കോഴിക്കോട് തുടങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് തുടങ്ങേണ്ടത്? ഇപ്പൊ ഞാനാണ് തുടങ്ങുന്നതെങ്കിൽ ഞാനത് യൂസ് ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത, ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ അവരിത് യൂസ് ചെയ്യില്ലല്ലോ. കാരണം അവർക്കത് അറിയില്ല. ആ അവയർനെസ് ആണ് ഇതിലൂടെ കൊടുക്കണേ.